എല്ലാവർക്കും പാട്രിയറ്റിന്റെ റിലീസ് സ്പെഷ്യൽ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാട്രിയറ്റ് സത്യം പറഞ്ഞ ഈ വർഷത്തെ മോളിവുഡിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുള്ള ഒന്നാണ്. വലുത് ഇൻ സെൻസ് ഓഫ് ബജറ്റ് കേട്ടോ. ബജറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും കാസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വലിയ സിനിമ തന്നെയാണ്. ഒരു മൾട്ടി സ്റ്റാർ പടമാണെന്ന് പറയാം. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയാണ്. കാരണം 2020 ശേഷം അവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണിത്. അതുപോലെ തന്നെ അവരുടെ കൂടെ ഫഹദും കുഞ്ചാക്കോബനും വരുന്നുണ്ട്. ബിഗംസ് 18 വർഷത്തിന് ശേഷം അഭിനയിക്കുന്ന സിനിമ, അതായത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അവരാണ്, ഇപ്പോഴും നമുക്ക് അവരാണ്. അപ്പൊ അവർ ഒരുമിച്ചിട്ടൊരു സിനിമ വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് എത്ര എക്സൈറ്റിംഗ് ആണെന്നുള്ള സംഗതിയുണ്ട്. ഇപ്പൊ സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ ആദ്യം പറയാനുള്ള കാസ്റ്റിന്റെ കാര്യമാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ള 2 പേരല്ലാണ്ട് ഇപ്പോൾ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, രാജീവ് മേനോന്റെ കാര്യം പറയുമ്പോഴാണ് രാജീവ് മേനോനും കുഞ്ചാക്കോനും മമ്മൂട്ടി മോഹൻലാലും മുമ്പും ഒന്നിച്ച് അഭിനയിച്ച ഹരീഷ്ണൻസിലും ഇവർ 2 പേരുണ്ടായിരുന്നു. അവര് പിന്നെ ഇപ്പൊ ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയിലും അവരും. അതൊരു വട്ടം ആൻഡ് ഹരീർഷൻസ് കോംബോയ്സ് ബാക്ക് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡീഷണൽ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ദർശന രാജേന്ദ്രൻ, ഇന്ദ്രൻസ്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് സിനിമയിൽ. നമ്മൾ ടീച്ചറിൽ കണ്ട പോലെ ഒരു വില്ലൻസ് ഗ്യാങ് ഇപ്പോൾ ഷഹീൻ സിദ്ദീഖ് തുടങ്ങി ഫഹദ് ഫാസിലിന്റെ ഗ്യാങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ വില്ലന്മാരാലും നായകന്മാരാലും ഭയങ്കരമാണ് എന്നുള്ളതാണ്. അല്ല, വില്ലൻ സൈഡ് കുറച്ചും കൂടി ഭീകരാകും തോറാണ് ഇവർക്കും അടിപൊളിയാകുക. മഹേഷ് നാരായൺ, ബിഗംസിന്റെ ഒരു സിനിമ മഹേഷ് നാരായണ പോലുള്ള ഡയറക്ടർ സംവിധാനം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇയാൾ അവാർഡ് എടുക്കുന്ന ആളല്ലേ, മറ്റേത് മാതിരി എടുക്കുന്ന ആളല്ലേ, ഇയാൾക്ക് ഇങ്ങനെ സിനിമ. ആൾക്കാർ കമേഴ്ഷ്യൽ ഫിലിമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പടത്തെ ജോഷിയാണ്, അതാണ് മെയിൻ സംഭവം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷ് നാരായണന്റെ സിനിമകളെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കും. ഇപ്പൊ ടേക്ക് ഓഫ് അല്ലെങ്കിൽ അതെ, മാലിക്, പിന്നെ അറിയിപ്പ് തുടങ്ങി. ഇതിൽ അറിയിപ്പ് ഒക്കെ സിനിമ ഒക്കെ തികച്ചും ഫെസ്റ്റിവൽ ഇതിലേക്ക് പോയ സിനിമ. മാലിക് കുറച്ച് കമേഴ്ഷ്യലൈസ് ചെയ്ത സിനിമയാണ്, പക്ഷെ അത് ഡയറക്റ്റ് OTT-ലും പോയ സമയം. പിന്നെ സി യു സൂൺ ആണ് നല്ല റെലവെന്റ് ആയിട്ടുള്ള സംഗതികൾ. പക്ഷെ ഇതിൽ ടേക്ക് ഓഫ് ആണ് തിയേറ്ററിൽ വന്ന ആൾക്കാരെ ഭയങ്കരമായിട്ടൊരു കോരി തെറിപ്പിച്ച സിനിമ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു വെച്ച എല്ലാ വർക്കിനും ഒരു ക്വാളിറ്റി ഉണ്ട്, അപ്പൊ അദ്ദേഹം ചെയ്യണതിന്റെ കാര്യത്തിൽ ആദ്യത്തെ ടീസർ വന്നപ്പോഴും ഇതേ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഇത് എന്താ കാണിക്കുന്നത്, എന്താ സംഭവം എന്ന് പറഞ്ഞത് ട്രെയിലർ വന്നതോട് തീർന്നു. അതിലൊരു സോങ് ഇറങ്ങിയപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കണ്ടിട്ട് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു. ശരിക്കും പറയുമ്പോൾ സിനിമയുടെ തീം പെരിസ്കോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അത് എൻ്റെ ഒരു എക്സ്പ്ലോയിറ്റേഷനും ട്രെയിലറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പെരിസ്കോപ്പ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല, പക്ഷെ ടെക്നോളജിയുടെ ഒരു ദുരുപയോഗമാണെന്നുള്ളത് തീർച്ചയാണ്. അതിൽ ട്രെയിലർ ഷോട്ടിൽ നമുക്ക് പല സംഗതികളും അതിൽ കാണാൻ പറ്റും. ലാപ്ടോപ്പ് ക്യാമറ, ഫോൺ ക്യാമറ ഒക്കെ ദുരുപയോഗപ്പെടുന്നതിൻ്റെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ നമുക്കതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂവിൽ ഇത് നടന്ന കഥയോ അല്ലെങ്കിൽ നടക്കാവുന്ന കഥയോ അല്ല, നടക്കരുതാത്ത കഥയാണ്. അപ്പം തന്നെ ഇതൊരു സോഷ്യൽ ഈവിലായിട്ടുള്ള ഒരു തീമാണ് സിനിമ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഇതിൽ ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് താരങ്ങളല്ല, ആ ക്യാരക്ടേഴ്സിനായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരും. അങ്ങനത്തെ വലിയൊരു തീമാണെന്നുള്ളത്. സിനിമോട്ടോഗ്രാഫി നമുക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സിനിമോട്ടോഗ്രാഫിയുടെ ഒരു എഫക്റ്റ്. അതിലെ പല ഷോട്ടുകളും നമുക്ക് ഫേവറേറ്റായി തീരാൻ ചാൻസ് ഉണ്ട് സിനിമ വന്നു കഴിഞ്ഞാൽ. സിനിമോട്ടോഗ്രാഫി മാനുഷ് നന്ദനാണ്. അദ്ദേഹം നമ്മുടെ കമൽഹാസന്റെ മന്മഥൻ അൻപ്, അതേ ഷാരൂഖ് ഖാന്റെ ഹാപ്പി ന്യൂ ഇയർ തുടങ്ങിയ സിനിമകളും തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാനും ഡങ്കിയിലൊക്കെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണ്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമറമാനാണ്. മ്യൂസിക് വരുന്നത് സുഷിൻ ശ്യാമാണ്. സുഷിൻ ശ്യാം ഓൾറെഡി മാലിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുഷിൻ ഭീകരമായിട്ട് തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ സോങ്സിനെക്കാട്ടിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ഏറ്റവും ഭീകരമായിട്ടുള്ള തിയേറ്റർ മൂവ്മെന്റ്സ് വരാൻ പോകുന്ന ഒരു സിനിമയാണ്. അതും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചുള്ള കുറച്ച് സീൻസ് എത്രയും നമുക്കറിയില്ല, പക്ഷെ ഉള്ള സീൻസ് അത് ഭീകരമായിരിക്കും. കാരണം ട്രെയിലർ ഷോട്ടിനകത്ത് മമ്മൂക്ക ലാലേട്ടൻ കൈ കൊടുക്കുന്ന ഒരു ഷോട്ട്, അതുപോലെ തന്നെ കാറിനകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റൂഫ് ടോപ്പും, അതുപോലെ തന്നെ മമ്മൂക്ക ഡോർ ഓപ്പൺ ചെയ്തിട്ട് വരുന്ന സീനും. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഞാനും തിയേറ്ററിൽ പോയിട്ട് കാണാൻ അത്രയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ എക്സ്പെക്ടേഷൻ പോലെ തന്നെ അടിപൊളിയായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എഡിറ്റിംഗ് മഹേഷ് നാരായണൻ എഡിറ്റിംഗിലുണ്ട്, അതുപോലെ തന്നെ രാഹുൽ രാധാകൃഷ്ണൻ മാലിക്കിലും അതുപോലെ തന്നെ സി യു സൂണിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറിന്റെ എഡിറ്ററായിട്ട് വരിക എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻസ് ഭീകരമാണ്. ബാക്കി എല്ലാ ടെക്നിക്കൽ ക്രൂസിനെ പോലെ തന്നെ ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആക്ഷൻ സീക്വൻസ്. കാരണം ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ അവർ ഒരുമിച്ചിട്ടുള്ള ആക്ഷൻ സീക്വൻസ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഇപ്പൊ സിനിമയിൽ ദിലീപ് സുബ്ബരായൻ, മഹേഷ് മാത്യു, അതുപോലെ തന്നെ സ്റ്റൺ സിൽവ, മാഫി ശശി, ഇവരാണ് മെയിനായിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുള്ളത്. ഈ 4 പേരും നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഇവര് മുമ്പ് ചെയ്ത വർക്കുകൾ നമ്മൾ എടുത്തു വരേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ട്രെയിലറും ടീസറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് സിനിമയിലുണ്ട്. അത് തിയേറ്റർ എലവേഷന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. എന്തായാലും ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്ക് അത്രയും നമ്മളെ രസിപ്പിക്കട്ടെ. തിയേറ്ററിൽ അത് കയ്യടിക്കാനുള്ള സാധനങ്ങൾ കിട്ടട്ടെ നമുക്ക്. മലയാളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളതും ഏറ്റവും ചെലവേറിയതായിട്ടുള്ളതും ഏറ്റവും വലിയ താരങ്ങൾ അഭിനയിക്കുന്നതായിട്ടുള്ള സിനിമ വരാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ്? ഭയങ്കര കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ പടം. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു മെസ്സേജ്, നമ്മൾ നേരത്തെ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു മെസ്സേജ് സിനിമയിൽ കൂടെ തരുന്നുണ്ട്. പക്ഷെ അത് ഒരു ഭയങ്കര സ്പൂൺ ഫീഡിങ് ഫിലിം ആവാതെ നമുക്ക് അത്യാവശ്യം ക്ലാപ്പിംഗ് മൊമെന്റ്സ് ഉള്ള ഭയങ്കര ത്രസിച്ച് നമ്മളിപ്പോൾ കത്തിയാണ് നമ്മൾ ടെംപ്ലേറ്റ് പറയാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര കമേഴ്ഷ്യൽ എലിമെന്റ്സ് ഉള്ള ആക്ഷൻ സീക്വൻസ് അത്ര നന്നായിട്ട് വന്നിട്ടുള്ള ഒരു നല്ലൊരു സിനിമ ആയിരിക്കട്ടെ. ഇതിപ്പോൾ പറയേണ്ട കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയൂ, അടുത്ത എക്സ്പെക്ടേഷൻ. എനിക്കിതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ ആക്ഷൻ സീക്വൻസ് ഒക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ മമ്മൂക്ക ഒരുമിച്ച് വരാൻ പോവുകയാണ്. അപ്പൊ അവരെന്നെ സ്ക്രീനിൽ നമ്മൾ അത്രയും വർഷം ആഘോഷിച്ചു വന്ന ആൾക്കാരാണ്. ആ സീൻ എങ്ങനെയാണ് പുള്ളി എടുത്തെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഭയങ്കര ഇത്രയും നല്ലൊരു കണ്ടന്റ് ഫിലിമിൽ അവരെന്നെ എങ്ങനെ കാണിക്കാന്നുള്ളതൊന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. എനിക്കിപ്പോൾ ഇതിലിത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ആക്ടറെ രണ്ടാമത് കൊണ്ടുവരണം എന്നുള്ള ഇത് ഡയറക്ടറും റൈറ്ററും ഒക്കെ പറഞ്ഞ സമയത്ത് മമ്മൂട്ടി തന്നെ പറഞ്ഞു, നമുക്ക് ഒരാളുണ്ടല്ലോ അയാളോട് ആദ്യം ചോദിക്കുന്നു പറഞ്ഞിട്ട് മമ്മൂട്ടി തന്നെയാണ് മോഹൻലാലിനെ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാളത്തിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ഇതൊന്നുമില്ല, ഒരാളായിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന കാരണമുണ്ട്. ഇവര് ഫ്രണ്ട്ഷിപ്പ് ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റേ മാത്തുക്കുട്ടി സിനിമ ഉണ്ടല്ലോ മമ്മൂക്കാന്റെ, അതിലൊരു ജസ്റ്റ് ഒരു ഷോർട്ടിൽ ആലോട്ട് വന്ന് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവരെ ഇപ്പൊ അങ്ങോട്ട് വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒടിയന്റെ വോയിസ് ഓവർ ചെയ്ത് മമ്മൂക്കയാണ്. ഇപ്പൊ തമിഴിൽ നോക്കുകയാണെങ്കിൽ 47 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒന്നിക്കണത്. ഇത് ഇവിടെ വേണമെങ്കിൽ ഇവർ ഇപ്പൊ ഓൾറെഡി പ്രിയദർശന്റെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ, അമ്മ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരെന്നെ ഒന്നിക്കുകയാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ സിനിമയുടെ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു FTF സിനിമയാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പടം മെയ് 1 റിലീസായതാണ്. നന്നാവട്ടെ.